ഷിബില ഭർത്താവിനോട് തെറ്റി സ്വന്തം വീട്ടിൽ കുറേ നാളുകളായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ഡ്രസ്സ് ആവശ്യപ്പെട്ടു. കുട്ടിയുടെയും ഷിബിലയുടെയും ഡ്രസ്സ് അവിടെയാണുള്ളത്, അതൊന്ന് തരണം എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ഡ്രസ്സെല്ലാം കൂടി കൂട്ടിയിട്ട് കത്തിച്ച് അത് വീഡിയോ പകർത്തി വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഷിബിലയുടെയും കുട്ടിയുടെയും ഉൾപ്പെടെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം അവിടെയാണുള്ളത്. കുട്ടിയുടെ ആധാർ കാർഡ്, ഷിബിലയുടെ SLC ബുക്ക് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും അവിടെയാണുള്ളത്. അപ്പോൾ ഈ രേഖകളും ഇതുപോലെ നശിപ്പിക്കപ്പെട്ടേക്കാമെന്ന് പേടിച്ചു. അങ്ങനെ എൻ്റെ പിതാവും മുൻ പഞ്ചായത്ത് മെമ്പറാണ്. പിതാവിൻ്റെ അടുത്ത് വന്ന് ആ സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ തുടർന്ന് മിനിയാന്ന് എൻ്റെ ഫാദർ യാസറിനെ വിളിച്ചു വരുത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ യാസർ ആവശ്യപ്പെടുന്നത് ഷിബില ആ കൂടെ പോകണം എന്നാണ്. അപ്പോൾ അത് ഇവരോട് പറഞ്ഞപ്പോൾ ഷിബില ഒന്നുകിൽ പോകണം, അല്ലെങ്കിൽ ബന്ധം ഇപ്പോൾ രണ്ടിലൊന്ന് ഇപ്പോൾ തന്നെ തീരുമാനിക്കണം എന്നുള്ളത് ആവശ്യപ്പെട്ടു. അപ്പോൾ ഷിബിലയുടെ ബന്ധുക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇപ്പോൾ വിടാൻ തയ്യാറായില്ല. അത്തരത്തിൽ തീരുമാനം എടുക്കുന്നത് ഇപ്പോൾ നോമ്പ് കാലമാണ്, നോമ്പ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം, പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാം, അതിനിടയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ ഇപ്പം കഴിയില്ല. പക്ഷേ അതുവരെ ഈ സർട്ടിഫിക്കറ്റുകൾ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അത് വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഫാദർ തന്നെ പറഞ്ഞു, നീ ആ സർട്ടിഫിക്കറ്റ് അവരുടെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കണ്ട, എൻ്റെ അടുത്ത് തന്നാൽ മതി, ഞാൻ ഹാൻഡ് ഓവർ ചെയ്തോളാം എന്ന് പറയും. എന്നാൽ അതൊരു തൃപ്തിയല്ലാത്ത രീതിയിലാണ് യാസർ പോയിട്ടുള്ളത്. ആ സമയത്ത് മിനിയാന്നാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി യാസർ ഈ വീട്ടിൽ വരികയും ഷിബിലയുടെ SLC ബുക്ക് ഏൽപ്പിക്കുകയും വൈകുന്നേരം ഞാൻ വരും, നമുക്ക് സലാം ചൊല്ലി പിരിയാം എന്ന് പറഞ്ഞാണ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷിബില ഇവിടുന്ന് പോകുന്നത്. ആ പ്രശ്നം അവിടെ മറ്റു വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് കൊടുക്കുന്നു, ഇത് പറയുന്നു, തിരിച്ചു പോകുന്നു, മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ പിന്നീടാണ് വൈകുന്നേരം നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത്, ഏകദേശം 7 മണി സമയത്താണ് ഈ യാസർ വന്ന് കാറ് നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ഇവിടുന്ന് തിരിച്ച് ഇവിടെ സൈഡാക്കി വെക്കുന്നു, അകത്തേക്ക് അകത്തേക്ക് വേഗം കയറുന്നു. കയറിയതിന് ശേഷം ഷിബിലയെ സിറ്റൗട്ടിൽ നിന്നും പുറത്തേക്ക് മുറ്റത്തേക്ക് ഉന്തി തള്ളിയിട്ട് അവിടെ നിന്ന് കഴുത്തിന് കുത്തുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ട് ഷിബിലയുടെ പിതാവും മാതാവും കൂടി ഓടി വരുന്ന 2 പേർക്കും കുത്തു കിട്ടും. അവിടെ നിന്ന് ഇറങ്ങി ഇവൻ കാറിൽ കയറി പോവുകയും ചെയ്യും. പെട്ടെന്ന് 2-3 പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് കത്തി വീശി അവരന്നേരം മാറി കാറിൽ കയറി ഇപ്പം പെട്ടെന്ന് പോവുകയും ചെയ്തു. ഇതാണ് ഉണ്ടായത്.